പക്ഷികളും മൃഗങ്ങളും എന്നു തുടങ്ങി സകല ചരാചരങ്ങളും മനുഷ്യനെ പോലെ തന്നെ ഈ ഭൂമിയുടെ അവകാശികളാണ്. എന്നാൽ അതൊക്കെ മനഃപൂർവ്വം വിസ്മരിക്കപ്പെടുന്ന ഇക്കാലത്തും വ്യത്യസ്തമായ ചില മനുഷ്യരുണ്ട്. അങ്ങനെയുള്ള ഭാസ്കരൻ നായരെയും അദ്ദേഹത്തിന്റെ ഹരിതവനത്തെയും പരിചയപ്പെടാം. നഗരത്തിന്റെ ഓരോ ഭാഗവും കോൺക്രീറ്റ് കാടുകളാകുന്ന കാലഘട്ടത്തിലാണ് 2 ഏക്കറിലേറെ വരുന്ന ഭൂമി പ്രകൃതിക്കായി മാത്രം ഒരുക്കിയിരിക്കുന്നത്. ഹരിതവനം എന്ന കൃത്രിമ വനത്തിന്റെ കാഴ്ചകളിലേക്ക് തിരുവനന്തപുരം ബാലരാമപുരം എരുത്താവൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപത്തായാണ് ഹരിതവനം സ്ഥിതി ചെയ്യുന്നത്. 2.5 ഏക്കറിലേറെ വരുന്ന ഈ പ്രദേശത്ത് 600-ലധികം വൃക്ഷങ്ങളുണ്ട്. മാവും പ്ലാവും മുതൽ വംശനാശം നേരിടുന്ന അപൂർവ ഇനം ചെടികളെ വരെ ഇവിടെ കാണാം. അനുദിനം മലിനമാകുന്ന ഭൂമിക്ക് കുളിരിൻ്റെ ഒരു ചെറുകുട തയ്യാറാക്കുന്ന പരിശ്രമത്തിലാണ് ഭാസ്കരൻ നായർ. നമ്മുടെ കൂടെ ഉള്ളത് ഹരിതവനം ഭാസ്കരൻ നായർ സാറാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ സാറിനോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് ഹരിതവനം? ഞാൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. 26 വർഷമായി ഇത് തുടങ്ങിയിട്ട്. വന്നപ്പോഴേ വെറും അക്കേഷ്യ കാടായിരുന്നു ഇവിടെ. ഘോരമായ ഒരു അക്കേഷ്യ കാട് മാത്രം. അക്കേഷ്യ അനുഭവത്തിൽ ഒരു രാക്ഷസ വൃക്ഷമാണ്, ഭീകരമായ ഒരു വൃക്ഷമാണ്. മറ്റ് വൃക്ഷങ്ങളെയൊക്കെ നശിപ്പിക്കുകയും കൂടി ചെയ്യും. അതെങ്ങനെയെന്ന് വെച്ചാൽ മറ്റു മരങ്ങളിലേക്കുള്ള വേരിൽ നിന്നാണ് അത് ആഹാരവും ജലവും വലിച്ചെടുക്കുന്നത്. കേരള സർവകലാശാലയിലെ ജീവനക്കാരനായിരുന്ന ഭാസ്കരൻ നായർ അക്കേഷ്യ പോലുള്ള ഏകവിളത്തോട്ടങ്ങൾ ജൈവ വൈവിധ്യത്തിനും ഭൂഗർഭ ജലനിരപ്പിനും ഭീഷണിയെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലമാണ് ഹരിതവനം. ആഗോളതാപനം ചെറുക്കുന്നതിനുള്ള നടപടികൾ പ്രാദേശിക തലത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ഹരിതവനത്തിലൂടെ. ഈ ആഗോളതാപനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ വനമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സംരക്ഷിത കവചമാണ്. ഭൂമിയെ വേദനിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഭാസ്കരൻ നായർ പ്രാദേശിക ആവാസ വ്യവസ്ഥയിൽ വളരുന്ന വലുതും ചെറുതുമായ മരങ്ങളെ സ്വാഭാവികമായി വളരാൻ അനുവദിച്ചു. അപൂർവമായുള്ള ചെടികളും മരങ്ങളും ഒരു 600-ൽ പരം സ്പെഷീസ് അന്ന് കളക്ട് നടുകയുണ്ടായി. നമ്മൾ നിൽക്കുന്നത് തന്നെ ഒരു മിയാവാക്കി കോൺസെപ്റ്റിലുള്ള ഒരു വനത്തിലാണ്. ഇവിടെ അടിക്കാടുകളൊന്നുമില്ല. അപൂർവമായിട്ടുള്ള നാച്ചുറൽ ഗ്രോത്താണ് ഇവിടെ ഉള്ളത്. ജാപ്പനീസ് രീതിയിലെ മിയാവാക്കി കാടുകൾ കേരളത്തിൽ നിലനിന്നിരുന്ന കാവുകളുടെ ഒരു പതിപ്പാണ്. പിണംപുളി, ആത്തി, ഷിംസിബ, കറുകംപട്ട, കരിമരം, സർവ്വസുഗന്ധി എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത വകഭേദങ്ങളിൽപ്പെട്ട ചെടികൾ മാത്രമല്ല, കുരങ്ങും മയിലും എല്ലാം ചേരുന്നതാണ് ഹരിതവനം. വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഏറുമാടങ്ങൾ കെട്ടിയിരുന്നതിൻ്റെ ഒരു പ്രതിരൂപം എന്ന രീതിയിലാണ് നമ്മളൊരു ഏറുമാടം കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ കാണണമെങ്കിൽ ഇവിടെ വരിക എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പാരിസ്ഥിതിക അവബോധം ചെറിയ നാളുകളിൽ തന്നെ വിദ്യാർത്ഥികളിൽ ശീലമാക്കുന്നതിനായി ഇവിടെ എത്തുന്നവർക്ക് അക്വേറിയം, സ്വിമ്മിംഗ് പൂൾ, പാർക്ക് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പരിസ്ഥിതി പരിപാലനം സർക്കാരിൻ്റെയോ മറ്റു സംഘടനകളുടെയോ മാത്രം കടമയല്ല. അതിൽ ഓരോ പൗരനും പങ്കുണ്ട്. അത് സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് പ്രചോദനമാവുകയാണ് ഹരിതവനം ഭാസ്കരൻ നായർ.
വ്യത്യസ്ത ആവാസ്ഥകളുള്ള ഒരു കൊടും കാട് കണ്ട പ്രതീതിയിൽ ക്യാമറാമാൻ ഗോപകുമാറിനും സാരഥി ശ്രീരാഗിനുമൊപ്പം ആകാശ്, ജനം, തിരുവനന്തപുരം.